ഡാഡാ, ആ കൊച്ചു നിന്റെ പിന്നാലെ ഇഷ്ടം പറഞ്ഞു വന്നു. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. നീ ഇനി അതിന് അതും ഇതുമൊന്നും പറയരുത്. കുഞ്ഞാപ്പൂനെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് ആൽഫി ചിരിയടക്കി പറഞ്ഞു. ഓ, അപ്പായിക്കും അമ്മയ്ക്കും അവളെ കഴിഞ്ഞേ ആരുമുള്ളെന്ന് ഞാനങ്ങ് മറന്നുപോയി. ചെറുക്കൻ കുറുമ്പോടെ മുഖമൊന്ന് കോട്ടി. അയ്യേ, നോക്കിക്കേ ഇമ്മ, ഇവന്റെ മുഖത്തെ ഭാവം ഇപ്പോൾ കണ്ടാൽ ഒരു ഡോക്ടറാണെന്ന് തോന്നുകൂടി. എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ആ കുഞ്ഞു ചെറുക്കനാണ്. ഈമയ്ക്കൊപ്പം കുഞ്ഞാപ്പൂനെ കൂടെ ചുറ്റിപ്പിടിച്ചു ആൽഫി. നമുക്ക് ആ ബന്ധം വേണ്ട അപ്പായി. എനിക്കൊരു പാവം പിടിച്ച പെങ്കൊച്ചു മതിയെന്നേ. ആൽഫിയുടെ കവിളിൽ മുത്തി കുഞ്ഞാപ്പു പറഞ്ഞു. ഏത്, നമ്മുടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റായ അഞ്ജനെപ്പോലെ പാവം പിടിച്ച കൊച്ചിന് മതിയാവോ ഡോക്ടർ ആദം ആൽഫ്രഡ് അലക്സിന്? താൻ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന ഇഷ്ടം അപ്പായി എങ്ങനെ അറിഞ്ഞു എന്ന പോലെ അന്തം വിട്ട് കണ്ണു മേച്ചു നോക്കിയ കുഞ്ഞാപ്പൂനെ പുരികം ഉയർത്തിയും താഴ്ത്തിയും കാണിച്ചുകൊണ്ട് തിരക്കി ആൽഫി. അല്ലയാണെങ്കിൽ അവൻ്റെ ചമ്മിയ നിൽപ്പ് കണ്ട് പൊട്ടിച്ചിരിച്ചുപോയി. ആഘോഷമായി തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പിറന്നാൾ കഴിഞ്ഞു. ചേട്ടായിമാരിനി എന്നാ കുഞ്ഞിയെ കാണാൻ വരിക? കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിപ്പും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിക്കുള്ള സമ്മാനവും കൊടുത്ത് ആൽഫിയുടെ കൂടെ മൂന്നാളും തിരികെ ഇറങ്ങുന്നത് കണ്ട് കുഞ്ഞ് ചോദിച്ചു. ചേട്ടായിമാര് ഇടയ്ക്ക് വരാൻ കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞ് നല്ലോണം പഠിക്കണം. കുഞ്ഞ് പഠിക്കാൻ ഇത്തിരി മടിച്ചാണെന്ന് വിനോദും ഡാലിയും പറഞ്ഞതോർത്ത് ആളുടെ തലയിൽ തലോടിക്കൊണ്ട് മുന്നേ പറഞ്ഞു. ഞാൻ പഠിക്കുന്നുണ്ട് ഏട്ടാ, അപ്പയും അമ്മയും വെറുതെ പറയുന്നതാണ്. വിനോദിനെയും ഡാലിയെ നോക്കി കണ്ണ് മുഴിപ്പിച്ച് ചേട്ടായിമാരെ ഒരു കള്ളച്ചിരിയോടെ നോക്കി അവൾ പറഞ്ഞു. അതാണ്, അവൾ നല്ലോണം പഠിക്കും. കുഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾക്കൊരു നേഴ്സാവണമെന്ന്. അല്ലേടാ? അവൻ ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അതെന്താ എൻ്റെ കുഞ്ഞിക്ക് അങ്ങനെ ഒരു ആഗ്രഹം? ഡോക്ടർ എന്താ മോശമാ? അച്ചച്ചൻ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് തിരക്കി. എൻ്റെ വലിയേട്ടായിയെപ്പോലെ ഒരു ഡോക്ടർ മോശമല്ലല്ലോ. പക്ഷേ എനിക്ക് നേഴ്സായാൽ മതി. കേട്ടിട്ടില്ലേ അവർ ഈ മാലാഖ എന്ന് പറയുന്നത്? അതുപോലെ ഒരു മാലാഖയായാൽ മതിയെന്നേ. കള്ളച്ചിരി ചിരിച്ച് എല്ലാവരെയും ആക്കിക്കൊണ്ട് പെണ്ണ് 3 ചേട്ടായിമാരോടുമായിട്ട് കൊഞ്ചി. അവരുടെ കളിച്ചിരിയൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ആ 4 പേരും ഒരിക്കലും പിരിയാതെ ഇതേ സ്നേഹത്തോടെ അങ്ങോട്ട് പോകണേ എന്നൊരു മൂക പ്രാർത്ഥനയിലായിരുന്നു ആൽഫിക്കൊപ്പം വിനോദും ഡാലിയയും. അച്ഛ എന്തിനാ എനിക്ക് പഠിക്കാൻ മടിയാണ് എന്ന് എൻ്റെ ചേട്ടായിമാരോട് പറഞ്ഞത്? ആൽഫി മക്കളും പോയതും കുഞ്ഞിപ്പെണ്ണ് കണ്ണും ചുണ്ടും കൂർപ്പിച്ച് വെച്ച് ചോദിച്ചു. 6 മാസം പ്രായമുള്ളപ്പോഴാണ് അവളെ വിനുവും ഡാലിയും സ്വന്തമാക്കിയത്. ഇന്നും അവൾക്ക് ആ പ്രായമേ ഉള്ളൂ എന്ന പോലെയാണ് അവരവളെ കൊണ്ടു നടക്കുന്നതും. ഇപ്പോഴും അവളുടെ നോട്ടവും നിൽപ്പും ചിരിയും കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയതും. അച്ഛയുടെ പൊന്ന്, ഇങ്ങുവ പറയട്ടെ. അവളെ നോക്കി ചിരിയോടെ ഇരിക്കുന്ന പ്രഭാകരനെ ഡാലിയെ നോക്കി കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് വിനി അവളെ അടുത്തേക്ക് വിളിച്ചു. വന്നിരുന്നു എങ്കിലും ആ മുഖത്തിൻ്റെ കടുപ്പം അത്രയ്ക്കങ്ങ് കുറഞ്ഞില്ല. ഞങ്ങളുടെ കുഞ്ഞ് മിടുക്കിയെ പഠിച്ചില്ല എങ്കിൽ ചേട്ടായിമാർക്കും നാണക്കേടാവില്ലേ? പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അവർ ചോദിക്കില്ലേ കുഞ്ഞിക്ക് പഠിക്കാൻ ഇച്ചിരി മടിയുണ്ട് എന്ന്? എന്തേ അച്ഛ നേരത്തെ പറയാതിരുന്നതെന്ന്? അതുപോലെ ഞങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ മോശമായാൽ അമ്മയ്ക്കും അച്ചയ്ക്കും ഒക്കെ സങ്കടമാവില്ലേ? അച്ഛയുടെ പൊന്ന് മിടുക്കിയാണ് എന്ന് പറയുന്നതല്ലേ അച്ഛയ്ക്ക് സന്തോഷം? ആണല്ലേ അച്ഛ, ഞാൻ ഇനി മടിയില്ലാതെ പഠിച്ചോളാം. എൻ്റെ അച്ഛയും ചേട്ടായിമാരെയും ഒന്നും സങ്കടപ്പെടുത്തില്ല. കുഞ്ഞ് വിനോദിൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് പറഞ്ഞു. ആ ചേർന്നിരിക്കുന്ന 3 പേരെയും കാണി പ്രഭാകരൻ്റെ ഉള്ളു തണുത്തു. നാളെ താൻ ഇല്ലാതെയായാലും വിനോദിന് ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകണമെന്ന് ഇന്ന് അവന് അറിയാമെന്നതും. ഓടി നടക്കാൻ പറ്റുന്നില്ല എങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഡാലിയ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ പുറമെ ഭാവിച്ചില്ല എങ്കിലും എന്നും കുഞ്ഞാപ്പും ആൽഫിയും ഒരു സഹായത്തിന് കൂടെ ഉണ്ടാവും എന്നതുമായിരുന്നു ആ സമാധാനത്തിനു മറ്റൊരു കാരണം. അമ്മയ്ക്ക് ഇപ്പോഴും അച്ഛനോട് ദേഷ്യമോ വെറുപ്പോ തോന്നുന്നുണ്ടോ? ആലിയുടെ മടിയിൽ ചാഞ്ഞു കിടന്ന് കുഞ്ഞാപ്പ് ചോദിച്ചു. എന്തിനാണ് എനിക്ക് ഇപ്പോഴും നിന്റെ അച്ഛനോട് ദേഷ്യം? പണ്ട് നീ എൻ്റെ വയറ്റിൽ ഉരുവായ സമയത്ത് അതിനെക്കുറിച്ചൊന്നും കേൾക്കാൻ പോലും തയ്യാറാവാതെ എൻ്റെ കുഞ്ഞ് എൻ്റെ ഡാലിയുടെ വയറ്റിൽ പിറന്നാൽ മതിയെന്നാണ് അയാൾ പറഞ്ഞത്. അന്ന് എനിക്ക് അയാളോട് വെറുപ്പും ദേഷ്യവും പകയും ഒക്കെ തോന്നിയിരുന്നു. ഇപ്പോൾ ഒട്ടുമേ ഇല്ല. അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നതുപോലും നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ആ പ്രായത്തിൽ ഞാൻ അയാൾക്ക് മുന്നിൽ പോയി പെടില്ലായിരുന്നല്ലോ. കുഞ്ഞാപ്പുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അല്ലി പറഞ്ഞു. സാരമില്ലമ്മേ, ഇന്ന് അച്ഛൻ ചെയ്ത തെറ്റൊക്കെ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നില്ലേ? നല്ല മനുഷ്യനായി ജീവിക്കുന്നില്ലേ? പിന്നെ നമുക്ക് അപ്പായെ കിട്ടാനും കാരണം അച്ചായല്ലേ? അതുകൊണ്ട് ഇത്തിരി ദേഷ്യമെങ്കിലും അമ്മയുടെ മനസ്സിലുണ്ടെങ്കിൽ കളഞ്ഞേക്ക്, നമ്മുടെ കുഞ്ഞിക്ക് വേണ്ടി. കുഞ്ഞാപ്പ് കുഞ്ഞിയുടെ കാര്യം പറഞ്ഞതോടെ മുറുകിയിരുന്ന അല്ലിയുടെ മുഖമൊന്ന് അരിഞ്ഞു. ഡാലിയോടും വിനോദിനോടും ഇതുവരെ ഒന്ന് മിണ്ടിയിട്ടില്ലെങ്കിലും കുഞ്ഞിയെ ഈ 3 ചെക്കന്മാരോളം ഇഷ്ടമാണ് അവൾക്ക്. അവൾക്ക് വേണ്ടി കൂടെ തന്നെയാണ് ആ 2 പേരോടും ഞാൻ ക്ഷമിച്ചത്. പിന്നെ നീ പറഞ്ഞതുപോലെ നിന്റെ അപ്പായി
ആ മനുഷ്യന് പകരം വയ്ക്കാനൊന്നും ഈ ഭൂമിയിൽ ആരുമില്ല. ചെറു ചിരിയോടെ കണ്ണുകളിൽ ഓളം വെട്ടുന്ന പ്രണയത്തോടെ അല്ലി പറഞ്ഞു. അതിലും തിളക്കമേറിയിരുന്നു. അപ്പായിക്കുറിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞാപ്പുവിൻ്റെ ചിരിക്കി. പിന്നിലെ അമ്മ അഞ്ജന അമ്മയുടെ ഫ്രണ്ട് രാധിക ആൻറ്റിയുടെ മോളാണ് എന്ന് അപ്പായി പറഞ്ഞു. അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അറിയാം. പ്രസവത്തിൽ രാധിക പോയെങ്കിലും അവളുടെ അമ്മമ്മയും അച്ഛനും കൂടെയാണ് അവളെ വളർത്തി വലുതാക്കിയത്. അവളെ വേദനിപ്പിക്കാതെ നോക്കണം കേട്ടോ. ബിന്ദു അമ്മമ്മ മരിക്കും മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു അഞ്ജനയെ നിനക്ക് വേണ്ടി ചോദിക്കാൻ. പക്ഷേ നിനക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ? നിന്റെ മനസ്സറിയാതെ നിന്നോട് പറയാനും അമ്മയ്ക്ക് മടിയായിരുന്നു. അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ അല്ലി പറഞ്ഞു. ഇപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായോ? അമ്മമ്മയ്ക്കും സന്തോഷമായിട്ട് ഉണ്ടാവുമല്ലേ അമ്മ? ഞാനിത് കണ്ണേട്ടനോടാണ് ആദ്യം പറഞ്ഞത്. ഏട്ടനാണ് പറഞ്ഞത് അഞ്ജു നല്ല കുട്ടിയാണ്, പാവമാണ് എന്നൊക്കെ. കുഞ്ഞാപ്പു കള്ളച്ചിരിയോടെ പറഞ്ഞിട്ട് അമ്മയുടെ മടിയിൽ മുഖം പൂഴ്ത്തി കിടന്നു. അവൻ പറയുന്നത് അല്ലി ചിരിയോടെ മനസ്സ് നിറഞ്ഞ് കേട്ടിരുന്നു. തേ നോക്കിയ അപ്പായി നമ്മളെ കൂട്ടാതെ ചേട്ടായി അമ്മയുടെ മടിയിൽ കിടക്കുന്നു. മുന്നേ ആൽഫിയുടെ കൈവിട്ട് ഓടി വന്ന് കുഞ്ഞാപ്പുവിൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏടാ എൻ്റെ കുഞ്ഞ്. അതിന് ശ്വാസം മുട്ടുമട ചെറുക്ക. മുന്നയുടെ അടിയിലായി പോയ കുഞ്ഞാപ്പുവിനെ കണ്ട് വേവലാതിയോടെ വിമല പറഞ്ഞു. എൻ്റെ ചേട്ടായിക്ക് ഞാനങ്ങനെ കിടന്നതെന്നും പറഞ്ഞ് ഒന്നും പറ്റൂല വല്യമ്മച്ചി. മുന്നേ ചിരിയോടെ അമ്മയും ചേട്ടനെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ പിന്നെ എന്തിനാ അപ്പായി മാറി നിൽക്കുന്നേ? വാ, നമുക്കും അപ്പായുടെ ഇമക്കൊച്ചിൻ്റെ മടിയിൽ കിടക്കാം. ആൽഫിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അല്ലിയുടെ മടിയിൽ ചാഞ്ഞു ഉണ്ണിയും. അവനൊപ്പം ഒട്ടിച്ചേർന്ന പോലെ ആൽഫിയും. എല്ലാം കൂടെ ആ പെണ്ണിനെ ഞെക്കിപ്പൊടിക്കുമെന്ന് ചിരിയോടെ ഓരോന്നും കണ്ടും കേട്ടിരിക്കുന്ന സെലിൻ്റെ അരികിലിരുന്ന വിമല അല്ലിയുടെ അവസ്ഥ കണ്ട് പാവം തോന്നിയെങ്കിലും അവരുടെ സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. ഇനി സ്നേഹക്കൂട്ടിലേക്ക് 3 പെൺകുട്ടികൾ കൂടെ വരണമല്ലേ സെലി ആൻറ്റി? അല്ലി നിറഞ്ഞ മനസ്സോടെ തിരക്കി. പിന്നില്ലാതെ അധികം വൈകാതെ തന്നെ അത് നടക്കും, സ്നേഹത്തോടെ പറഞ്ഞു സെലിൻ. ഒരാൾ റെഡിയാണ് കേട്ടോ ആൻറ്റി. കുഞ്ഞാപ്പൂനെ ഒന്ന് നോക്കിയിട്ട് ആൽഫി വിളിച്ചു പറഞ്ഞു. കുഞ്ഞാപ്പു ചമ്മലിൽ കണ്ണുകൾ മുറുക്കിയടിച്ച് ആൽഫിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കളഞ്ഞു. ആൽഫിയാവട്ടെ അതിയായ വാത്സല്യത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. നമ്മുടെ ഹോസ്പിറ്റലിലെ അഞ്ജന കൊച്ചല്ലേ കുഞ്ഞാപ്പുവെ? അതാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണട ചക്ക. നല്ല മോളാണ്, നമ്മുടെ അല്ലിക്കൊച്ചിനെ പോലെ. ഒരുപാട് താമസിക്കേണ്ട, എനിക്ക് കാണണം എൻ്റെ കുഞ്ഞാപ്പുവിൻ്റെ കല്യാണം, സന്തോഷത്തോടെ വിമല പറഞ്ഞു. അതെ അപ്പായി, ഇനിയിപ്പോൾ ചേട്ടായിയുടെ കല്യാണം കഴിഞ്ഞാൽ വല്യമ്മച്ചി പറയും എനിക്ക് അവൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞു. ഉണ്ണിയാ പറഞ്ഞത് ചിലപ്പോൾ സത്യമായിരിക്കും ആൽഫി, അമ്മച്ചിയുടെ തോളിൽ ചാഞ്ഞിരുന്നു കൊണ്ട് സെലിം പറഞ്ഞു. ആ സ്നേഹക്കൂടിലേക്ക് അവർ ആഗ്രഹിച്ച പോലെ 3 പെൺമക്കൾ കൂടെ വന്നു ചേർന്ന് ആ സന്തോഷം എന്നെന്നും നിലനിർത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവരോട് വിട പറയാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റോറി ഇന്നത്തോടെ അവസാനിക്കുകയാണ്. സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.